ലോകോത്തര താരം അർജന്റീനിയൻ ഫുട്ബോളർ ലയണൽ മെസ്സിയെ കേരളത്തിൽ എത്തിക്കും എന്ന് പറഞ്ഞ് കേരളത്തിലെ ജനങ്ങളെ ഒന്നടങ്കം കള്ളക്കളികൾ നടത്തി തേച്ചൊട്ടിച്ച റിപ്പോർട്ടർ TV എന്ന് പറയുന്ന സ്ഥാപനവും അതിൻ്റെ മേധാവികളും, ഒപ്പം പിണറായി വിജയൻ്റെ സ്വന്തം കായിക മന്ത്രി വി അബ്ദുറഹ്മാനും എന്തിനാണ് ജനങ്ങളെ ഇങ്ങനെ പറ്റിച്ചത്? 126 കോടി രൂപ മെസ്സിക്ക് കൊടുത്തു, അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷന് കൊടുത്തു എന്നൊക്കെയാണ് പറയുന്നത്. 10 പൈസ കൊടുത്തിട്ടില്ല. ഇത് ആർക്കാണ് കൊടുത്തത്? മാത്രമല്ല ഏതാണ്ട് 22 കോടിയിലധികം രൂപ GST വെട്ടിക്കുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണവും നടക്കുകയാണ്. നമ്മളീ പറഞ്ഞു വരുന്നത് റിപ്പോർട്ടർ TVയിലെ മരംമുറി കള്ളന്മാർ, മരംമുറി കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും കേസ് നേരിടുന്ന ആന്റോ അഗസ്റ്റിനും അയാളുടെ സഹോദരന്മാരും, അതവിടെ നിൽക്കട്ടെ. പക്ഷേ വി അബ്ദുറഹ്മാൻ എന്ന തെരഞ്ഞെടുത്ത ജനപ്രതിനിധി, പിണറായി സർക്കാരിൻ്റെ കായിക മന്ത്രിയായിരുന്ന വ്യക്തി, ഇയാൾക്ക് എത്ര കോടി കിട്ടി? ഇയാൾ ഈ തട്ടിപ്പിന് കൂട്ടുനിന്നത് എന്തിന്? ഫേക്കായിട്ട് വളരെ മോശം രീതിയിലുള്ള ഇൻഫർമേഷനുകൾ കേരളത്തിലെ ജനങ്ങളെ തെറ്റായി ധരിപ്പിച്ച് കോടികൾ വെട്ടിച്ചത് എന്തിന്? പിണറായിക്ക് ഇതിൻ്റെ എത്ര കോടി വിഹിതം കിട്ടി തുടങ്ങിയ ചോദ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പലരും ചോദിക്കുന്നുണ്ട്. എല്ലാം കള്ളക്കളിയാണ്. മെസ്സി എന്ന പേര് പറഞ്ഞ്, അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ എന്ന പേര് പറഞ്ഞ് പിണറായി വിജയനും വി അബ്ദുറഹ്മാനും ആന്റോ അഗസ്റ്റിനും റിപ്പോർട്ടർ TV മരംമുറി ടീമും തട്ടിയത് എത്ര കോടി? കേരളത്തിലെ ജനങ്ങളുടെ പണമാണോ ഇത് എന്നുകൂടി ചോദിക്കുകയാണ്. മെസ്സിയെയും അർജന്റീന ടീമിനെയും കേരളത്തിൽ എത്തിക്കുന്നതിൻ്റെ പേരിൽ നടന്നത് വൻ കള്ളക്കളി എന്ന റിപ്പോർട്ടുകളും തെളിവുകളുമാണ് പുറത്തു വരുന്നത്. കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയുടെ അന്വേഷണ റിപ്പോർട്ട് ആണ് ഇപ്പോൾ പുറത്തുവന്നത്. സ്പോൺസറെ തെരഞ്ഞെടുത്തതിൽ സർക്കാർ ചട്ടങ്ങൾ പാലിച്ചില്ല. റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്ക് വേണ്ടി സർക്കാർ സംവിധാനം ദുരുപയോഗം ചെയ്തു. അതിനൊക്കെ എന്തായാലും പണം വാങ്ങിയിട്ടുണ്ടാകും വി അബ്ദുറഹ്മാനും പിണറായി വിജയനും. സുതാര്യമല്ലാതെയാണ് സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നടന്നത്. അർജന്റീന ടീം വരും എന്ന സ്പോൺസറുടെ വാഗ്ദാനം ആധികാരിക രേഖകൾ ഇല്ലാതെ ആണ് എന്നും കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയുടെ അന്വേഷണത്തിൽ കണ്ടെത്തി. റിപ്പോർട്ട് മുഖ്യമന്ത്രി VD സതീശന് കൈമാറിയിട്ടുണ്ട്. എന്താണ് ഇവിടെ നടന്നത്? ഒരു മെസ്സി, ലയണൽ മെസ്സി എന്ന് പറയുന്ന ഒരു ലോകോത്തര ഫുട്ബോളറുടെ പേരിൽ പോലും ഇവിടെ കോടികൾ വെട്ടിക്കാനും തട്ടിക്കാനും ആന്റോ അഗസ്റ്റിൻ, റിപ്പോർട്ടർ TV ടീം അല്ലെങ്കിൽ റിപ്പോർട്ടർ TVയുടെ അധികാരികൾ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ എന്നിവരൊക്കെ ചേർന്ന് നടത്തിയ ഒരു കള്ളക്കളിയല്ലേ ഇത് എന്ന് കേരളത്തിലെ ഓരോ ജനങ്ങളും ചോദിക്കുന്നു. ചട്ടങ്ങൾ മറികടന്നുകൊണ്ടുള്ള അതിവേഗ നീക്കങ്ങളാണ് ഇക്കാര്യത്തിൽ നടന്നത് എന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങളാണ് അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത്. അർജന്റീന ടീം വരും എന്ന വാഗ്ദാനം ആധികാരിക രേഖകൾ സഹിതമാണ് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. 126 കോടി രൂപ, അത് ആർക്കാണ് കൊടുത്തത്? 22 കോടിയിലധികം രൂപ GST വെട്ടിച്ച വാർത്ത നേരത്തെ നമ്മൾ കർമ്മ ന്യൂസും സംപ്രേഷണം ചെയ്തിരുന്നു. ഇത്തരത്തിൽ ജനങ്ങളെ ക്രൂരമായി വഞ്ചിച്ചുകൊണ്ട്, കോടികൾ അട്ടിച്ചുമാറ്റിക്കൊണ്ട്, തട്ടിയെടുത്തുകൊണ്ട് പിണറായിയുടെ കായിക മന്ത്രിയായിരുന്ന വി അബ്ദുറഹ്മാനും ആന്റോ അഗസ്റ്റിനും കൂട്ടരും റിപ്പോർട്ടർ TVയും ഒക്കെ ചേർന്ന് ജനങ്ങളെ പറ്റിക്കുകയായിരുന്നു. തീർച്ചയായിട്ടും കൂടുതൽ അന്വേഷണങ്ങൾ നടത്തണം, സ്വതന്ത്രമായ അന്വേഷണങ്ങൾ നടത്തണം. കോടതി ഈ വിഷയത്തിൽ ഇടപെടണം. പറഞ്ഞതെല്ലാം പച്ചക്കള്ളം, കളിച്ചതെല്ലാം വെറും കള്ളക്കളികൾ. ഒരു ജനപ്രതിനിധി, ഒരു മന്ത്രി, മുഖ്യമന്ത്രിയുടെ അനുവാദത്തോടെ ഇത്തരം കാര്യങ്ങളിൽ ഏർപ്പെട്ടോ? അല്ലെങ്കിൽ ഏർപ്പെട്ടെങ്കിൽ അതിനുള്ള നിയമവ്യവസ്ഥ എന്താണ്? ഇവിടെ മന്ത്രിമാരെയോ അല്ലെങ്കിൽ വലിയ രാഷ്ട്രീയ നേതാക്കളെയോ ഒന്നും ശിക്ഷിച്ച ചരിത്രം നമുക്കില്ല. എന്നാൽ പോലും ഇത്രയും ചീഞ്ഞു നാറിയ ഒരു മന്ത്രിയെ എന്തിനാണ് പിണറായി വിജയൻ ചുമന്നുകൊണ്ട് നടന്നത്? അദ്ദേഹത്തിനും അതിൻ്റെ പങ്ക് കിട്ടിക്കാണും. കോടികളാണ് മറിഞ്ഞത്. ജനങ്ങളുടെ പണമാണോ ഇത്? പൊതു ഖജനാവിൽ നിന്നുള്ള പണമാണോ ഇത്? തീർച്ചയായിട്ടും വിഷയത്തിൽ ശക്തമായ അന്വേഷണം തന്നെ നടത്തണം. ഹൈക്കോടതി അടക്കമുള്ള കോടതികൾ ഈ വിഷയത്തിൽ ഇടപെടണം. 126 കോടി രൂപ എന്നൊക്കെ പറഞ്ഞാൽ അത് അത്ര ചെറിയ എമൗണ്ട് അല്ല. അതും നിരവധി കേസുകളിൽ പ്രതികളായ ഈ ആന്റോ അഗസ്റ്റിൻ അല്ലെങ്കിൽ അഗസ്റ്റിൻ സഹോദരന്മാർ, അവരാണ് ഇതിനൊക്കെ മുന്നിൽ നിന്ന് കളിച്ചത്. അതിന് പിണറായി സർക്കാർ കൂടെ നിൽക്കുകയായിരുന്നു. റിപ്പോർട്ടർ TVയിലൂടെ പിണറായി സർക്കാരിനെ വാനോളം പുകഴ്ത്തുന്ന പരിപാടികളൊക്കെ നടത്തിയത് ഇത്തരം ഇടപാടുകളുടെ ഭാഗമായിട്ടായിരുന്നു എന്ന്